കൂദാശയായ നാവിൽ നീ കുർബാനയായി, ദാഹിക്കുമെന്നുള്ളം നിൻ സക്രാരിയായി. പഴയ നിയമത്തിൽ ഒരു വിശപ്പുണ്ടായി. ആ വിശപ്പ് ഹവ്വയ്ക്കാണുണ്ടായത്. ആ വിശപ്പ് മൂലം അവൾ കഴിച്ചത് വിലക്കപ്പെട്ട കനിയാണ്. ആ കനി മൂലം പിന്നീടുണ്ടായതോ ഭൂമിയിൽ ആദ്യമായി പാവമുണ്ടായി. മനുഷ്യർക്ക് പാവമെന്ന സാധ്യത മനസ്സിലായി തുടങ്ങി. അന്നു മുതലാണ് ഒരു പാപം ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലുണ്ടായത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന് ഒരു വിള്ളലേറ്റത്. പിന്നീടൊരു വിശപ്പുണ്ടായി. അത് ഇസ്രായേൽ ജനത്തിനാണ്. പക്ഷേ ആ വിശപ്പുണ്ടായപ്പോൾ മോശ അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്തു. പിന്നെ അന്നു മുതൽ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് മോശയാണ് ഞങ്ങൾക്ക് മന്ന തന്നതെന്നാണ്. ഇത് ഗോസ്പൽ യേശു പറയും, നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് മോശയാണ് നിങ്ങൾക്ക് മന്ന തന്നതെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് മന്ന തന്നത്. ഇനി അതൊക്കെ തന്നത് നൈമിഷികമായ വിശപ്പ് മാറാനാണ്. ഇനി എൻ്റെ പിതാവ് മറ്റൊരു മന്ന തരുന്നുണ്ട്. ആ മന്നയുടെ പേര് ഞാൻ തന്നെയാണ്. അതാണ് ഇത് ഗോസ്പലിൽ റിവീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഭൂമിയുടെ വിശപ്പ് മാറാനായിട്ട്, ഈ ഭൂമിക്ക് ഇനി ഒരിക്കലും വിശക്കാതിരിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് നൽകുന്നു. എന്നെ ഭക്ഷിക്കുന്നവന് ഇനി ഒരിക്കലും വിശക്കുകയില്ല. പഴയ നിയമത്തിൽ ഒരു വിശപ്പ് മൂലം പാവം വന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു വിശപ്പിന് ശേഷം നീ രക്ഷ കൈവരാൻ പോവുകയാണ്. ആ രക്ഷ കൈവരാൻ ഇനി ഒരു മാർഗമേ ഉള്ളൂ, അവനെ ഭക്ഷിക്കുക, പരിശുദ്ധ കുർബാന സ്വീകരിക്കുക. വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ ക്രിസ്തു അവതരിപ്പിച്ചത്. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും രക്ഷ വേണമെങ്കിൽ ദിവ്യകാരുണ്യം അവൻ സ്വീകരിക്കണം, ക്രിസ്തുവിനെ സ്വീകരിക്കണം. വളരെ സിമ്പിളൊരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഭൂമിയിൽ നമ്മളൊക്കെ രക്ഷ നേടി ജീവിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന പെസഹക്കാലമാണ്. നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നോ അത്രത്തോളം അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുനാൾ മുതൽ നമ്മുടെ പൂർവികരൊക്കെ നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചത് ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കണം. പരിശുദ്ധ കുർബാന അത് ക്രിസ്തുവിനെ നേടാനുള്ള ഏറ്റവും മനോഹരമായൊരു സാധ്യതയാണ്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ നേടുന്ന എല്ലാവരും രക്ഷയിലേക്കുള്ള കവാടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിൽ ക്രിസ്തു ഉള്ളവൻ പിന്നീട് എന്തിനെ പേടിക്കണം? അതുകൊണ്ട് എൻ്റെ സുവിശേഷത്തിലൂടെ ക്രിസ്തു പറഞ്ഞത്, ജീവനുള്ള അപ്പമാണ് ഞാൻ, ആ അപ്പത്തെ ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. എന്താണ് ഇത്രത്തോളം നമ്മൾ വൈകുന്നത്? ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് പിന്നീട് ഈ ഭൂമിയിൽ എന്ത് വേണം? അതുകൊണ്ട് ദിവ്യബലി നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധ്യതയായി മാറട്ടെ. നമ്മുടെ സമയമനുസരിച്ച് കുർബാന പങ്കുകൊള്ളാനല്ല, മറിച്ച് കുർബാനയുടെ തീക്ഷ്ണത മനസ്സിലാക്കി നമ്മുടെ സമയത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ, കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ, കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി, ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ, കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി, ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു, ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു, ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു.
അപ്പമായി മാറിയിടും നേരം ഉള്ളം തേടി എൻ്റെ ഈശോ നെഞ്ചോളം താഴും. എന്നെ നേടാൻ അപ്പമായി മാറിയിടും നേരം ഉള്ളം തേടി എൻ്റെ ഈശോ നെഞ്ചോളം താഴും. കാത്തിരിക്കുമെന്നുള്ളം നീ പുൽമെത്തയാക്കി ആനന്ദത്താൽ എന്നുള്ളിൽ ആരാധനയായി. കാത്തിരിക്കുമെന്നുള്ളം നീ പുൽമെത്തയാക്കി ആനന്ദത്താൽ എന്നുള്ളിൽ ആരാധനയായി. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. എല്ലാമേകാനോസ്തിയായി നീ ഒപ്പമുണ്ടെങ്കിൽ നിന്റെ കൂടെ എൻ്റെ യാത്ര എത്ര സുന്ദരം. എല്ലാമേകാനോസ്തിയായി നീ ഒപ്പമുണ്ടെങ്കിൽ നിന്റെ കൂടെ എൻ്റെ യാത്ര എത്ര സുന്ദരം. ഉദാശയായ നാവിൽ നീ കുർബാനയായി ദാഹിക്കുമെന്നുള്ളം നിൻ സക്രാരിയായി. ഉദാശയായ നാവിൽ നീ കുർബാനയായി ദാഹിക്കുമെന്നുള്ളം നിൻ സക്രാരിയായി. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. ഈശോയെ